1553 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതിൽ 1391 പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത്. ഇന്ന് രോഗമുക്തരായവർ 1950 പേരാണ്. മരണമടഞ്ഞത് 10 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ 30,342 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ഇപ്പോൾ സംസ്ഥാനത്താകെ 21,516 കോവിഡ് ആക്റ്റീവ് കേസുകളാണുള്ളത്. രാജ്യത്ത് ഒറ്റ ദിവസത്തെ കോവിഡ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം 83,883 വർദ്ധിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനകം 1043 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ ഇന്ത്യയിലാകെ കോവിഡ്-19 പോസിറ്റീവ് കേസുകളുടെ എണ്ണം 38,54,000 ഉയർന്നിരിക്കുന്നു. 8,16,000 പോസിറ്റീവ് കേസുകൾ നിലവിലുണ്ട്. മരണസംഖ്യ 67,400 നിൽക്കുന്നു. തത്തുല്യമായ വർധന കേരളത്തിലില്ലെങ്കിലും ഇവിടുത്തെ സ്ഥിതിയും ആശ്വാസത്തിന് വക നൽകുന്നതല്ല. കഴിഞ്ഞ 2 ദിവസങ്ങളായി പോസിറ്റീവാകുന്ന കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ അത് നമ്മുടെ ജാഗ്രത കുറയ്ക്കാനുള്ള ഒരു സൂചനയല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓണാവധിയും മറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ പൊതുവെ ടെസ്റ്റിന് പോകാൻ വിമുഖത പ്രകടിപ്പിച്ചിരുന്നു. സ്വകാര്യ ആശുപത്രികളിലും ലാബുകളിലുമടക്കം ടെസ്റ്റിന്റെ എണ്ണത്തിൽ കുറവുണ്ടായി. അങ്ങനെ പൊതുവിൽ ടെസ്റ്റിന്റെ എണ്ണം കുറഞ്ഞതുകൊണ്ടുകൂടിയാണ് കേസുകളുടെ എണ്ണത്തിലും കുറവുണ്ടായത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കൂടുതലാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ടെസ്റ്റുകൾ കൂടുന്ന സമയത്ത് കേസുകളുടെ എണ്ണം സ്വാഭാവികമായും കൂടും. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് നമുക്ക് 5 താഴെ ഈ ഘട്ടത്തിൽ നിർത്തേണ്ടതാണ്. എന്നാൽ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ അത് 8 മുകളിലാണ്. മറ്റൊരു കാര്യം, കഴിഞ്ഞ ഒരു മാസത്തിന് ഉള്ളിലാണ് മൊത്തം കേസുകളുടെ 50% കൂടുതൽ കേസുകളുണ്ടായത്. അതായത് പകുതിയിലധികം കേസുകളും കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിലാണ് വന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കേസുകൾ വ്യാപിക്കുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് എന്നാണ്. ഇപ്പോൾ ചില പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഒക്ടോബർ അവസാനത്തോടുകൂടി കേസുകൾ വീണ്ടും വർദ്ധിക്കുമെന്നാണ്. നമ്മൾ കഴിഞ്ഞ ജനുവരി മുതൽ കോവിഡിനെതിരെ പോരാടുകയാണ്. വ്യാപനം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തുന്നത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. അതിലൂടെ മരണനിരക്ക് കുറക്കുവാനും നമുക്ക് സാധിച്ചു.
കഴിഞ്ഞ മാസം പ്രതീക്ഷിച്ച അതേ രീതിയിൽ പോസിറ്റീവ് കേസുകളുടെ വർധന ഉണ്ടായില്ല. ജനങ്ങളാകെ ഒരു പരിധിയിൽ കൂടുതൽ ജാഗ്രത പുലർത്തിയെന്തുകൊണ്ടാണ് അത് സാധ്യമായത്? നമ്മുടെ സംവിധാനങ്ങളടക്കം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ചെയ്തു. വിദഗ്ധർ പറഞ്ഞത് ഈ സമയത്ത് 10,000-നും 20,000-നും ഇടയിൽ കേസുകൾ വരുമെന്നായിരുന്നു. എന്നാൽ അത് പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞു. അതേസമയം നാം കാണേണ്ടത് രോഗവ്യാപനം ഉയരുകയും ചെയ്തു. ഇപ്പോൾ ഓണം കഴിഞ്ഞതാണ്. ഓണാവധിക്കാലം നമ്മുടെ മാർക്കറ്റുകൾ, പൊതുസ്ഥലങ്ങൾ എല്ലാം സജീവമായിരുന്നു. ഇതിന്റെ ഫലമായി ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കത്തിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട്. ആളുകൾ കൂടുതലായി ഓണാഘോഷത്തിന് നാട്ടിലെത്തിയിട്ടുമുണ്ട്. ഇതിൻ്റെല്ലാം ഫലമായി രോഗവ്യാപനം വർദ്ധിച്ചിട്ടുണ്ടോ? ഇത് വ്യക്തമാകാൻ ഇനിയും ദിവസങ്ങളെടുക്കും. അപ്പോൾ അടുത്ത 2 ആഴ്ച പ്രധാനമാണ്. ഇപ്പോഴാണെങ്കിൽ കൂടുതൽ ലോക്ക്ഡൌൺ ഇളവുകൾ വന്നിട്ടുണ്ട്. അതോടുകൂടി പൊതുവെ എല്ലായിടത്തും തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കോവിഡിനൊപ്പം തന്നെ ജീവിതം കൊണ്ടുപോവുക, ഈ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതലായി ഇളവുകൾ നൽകുന്നത്. ഇളവുകളുള്ളപ്പോൾ തന്നെ വ്യക്തിപരമായി ജാഗ്രത നാം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ലോക്ക്ഡൌൺ 4ാം ഘട്ട ഇളവുകൾ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും അടച്ചിട്ട് പോകാൻ നമുക്കാവില്ല. സംസ്ഥാനവും ഉചിതമായ രീതിയിൽ ഇളവുകൾ നൽകുന്നുണ്ട്. ഇങ്ങനെ ഔപചാരികമായ നിയന്ത്രണങ്ങൾ ഒഴിവാകുമ്പോൾ ഒരു തരത്തിലുമുള്ള നിയന്ത്രണം വേണ്ടതില്ല എന്നല്ല അതിനർത്ഥം. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ചുമതലയായി കോവിഡ് പ്രതിരോധം മാറുകയാണ്. അതായത് ശാരീരിക അകലം പാലിക്കൽ, രോഗം പകരാനുള്ള എല്ലാ സാധ്യതകളിൽ നിന്നും അകന്നു നിൽക്കൽ, ഇത് നാം ഓരോരുത്തരും നമ്മുടെ പ്രതിജ്ഞയായി തന്നെ എടുക്കണം. അതേസമയം ഏറ്റവും അധികം കരുതലോടെ നാം പരിപാലിക്കേണ്ടത് നമ്മുടെ വയോജനങ്ങളെയാണ്. വയോജനങ്ങളുമായി കുറച്ചധികം സമ്പർക്കമുണ്ടായ ദിവസങ്ങളാണ് കഴിഞ്ഞുപോയത്. അതുകൊണ്ട് തന്നെ ഈ ഓണ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട് അടുത്ത 14 ദിവസം നാം ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഓണം ക്ലസ്റ്റർ എന്ന തരത്തിൽ തന്നെ വിപുലീകരിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യ സംവിധാനങ്ങളും വ്യക്തികളും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കാനുള്ള സ്വയം പരിശ്രമം ഉണ്ടാവണം. വയോജനങ്ങളിലേക്ക് വ്യാപനം കൂടിയാൽ മരണനിരക്ക് അതിനനുസരിച്ച് വർദ്ധിക്കും എന്നത് നാം ഓർക്കണം.
നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വ്യാപനത്തോത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായില്ല. എന്നാൽ അടുത്ത 14 ദിവസം നേരത്തെ പറഞ്ഞതുപോലെ നാം വലിയ ജാഗ്രത പാലിച്ചു പോകണം. പുതിയ ക്ലസ്റ്ററുകൾ ഉണ്ടാവാനും ശക്തമായ വ്യാപനത്തിനുമുള്ള സാധ്യത മുന്നിൽ കണ്ടുവേണം ജാഗ്രത പുലർത്താൻ. ജാഗ്രത എത്ര കാലം തുടരണം എന്നത് പലരും ആലോചിക്കുന്ന വിഷയമാണ്. ഇതിൽ വാക്സിൻ വരുന്നതുവരെ എന്ന് മാത്രമേ അതിന് ഉത്തരമുള്ളൂ. ഈ ജാഗ്രത എന്നത് ഒരു സോഷ്യൽ വാക്സിൻ എന്ന തരത്തിൽ നാം കാണണം. അത് തുടരുക തന്നെ വേണം. ബ്രേക്ക് ദ ചെയിൻ പോലെയുള്ള സോഷ്യൽ വാക്സിനാണ് നാം ഫലവത്തായി നടപ്പാക്കേണ്ടത്. കോവിഡ് ബ്രിഗേഡ് സർക്കാർ പ്രഖ്യാപിച്ചതിന് ശേഷം വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്ട്രേഷൻ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുവരെ 12,804 പേർ രജിസ്റ്റർ ചെയ്തു. 6,236 പേർ മെഡിക്കൽ പ്രൊഫഷണൽസാണ്. അലോപ്പതി, ആയുർവേദ, ഹോമിയോ അടക്കം 2,397 ഡോക്ടർമാർ, 2,605 നഴ്സുമാർ, 706 ലാബ് ടെക്നീഷ്യന്മാർ, 530 ഫാർമസിസ്റ്റുകൾ, ഇവരൊക്കെ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ രജിസ്റ്റർ ചെയ്തവരൊക്കെ ഒരു കരുതൽ ഫോഴ്സായി നമ്മുടെ കൂടെ ഉണ്ടാകും. വിദഗ്ധർ പ്രവചിച്ചതുപോലെ കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണെങ്കിൽ ഇവരുടെ സേവനം ആശുപത്രികളിലും CLFTCകളിലും ഉപയോഗിക്കാനാകും. ഇവരുടെ ആദ്യ ടീമിനെ കഴിഞ്ഞ ദിവസം കാസർകോട്ടേക്ക് അയക്കുകയുണ്ടായി. കോവിഡ് ബ്രിഗേഡിലേക്ക് കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഈ ഓണക്കാലത്ത് കടകളിലും ഷോപ്പിംഗ് മാളുകളിലും മറ്റും നിയന്ത്രണങ്ങൾ നല്ല തോതിൽ പാലിച്ചിട്ടുണ്ട്. എന്നാൽ ചില കേന്ദ്രങ്ങളിൽ തീരെ നിയന്ത്രണങ്ങളില്ലാത്ത അവസ്ഥയുണ്ടായി. കടകളിലോ മാർക്കറ്റുകളിലോ ചെല്ലുന്നവർ പേരെഴുതിയിടണം എന്നത് നിർബന്ധമാക്കിയിരുന്നു. അതിൽ വലിയ വീഴ്ചയുണ്ടായി. അവിടെ സൂക്ഷിച്ച പേന ഉപയോഗിക്കുന്നതിൽ പലർക്കും വിമുഖതയുമുണ്ടായി. ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. അതിന് കാണുന്നത് കോഴിക്കോട്ട് വിജയകരമായി പരീക്ഷിച്ച QR കോഡ് സ്കാൻ ചെയ്യുന്ന സംവിധാനമാണ്. ഒരു കേന്ദ്രത്തിൽ, അത് സർക്കാർ ഓഫീസാകാം, ഷോപ്പാകാം, മാളാകാം, അവിടെ എത്തുന്നവർ അവിടെ പ്രദർശിപ്പിച്ച QR കോഡ് സ്കാൻ ചെയ്യുക എന്നതാണ് രീതി. അതോടെ അവിടെ എത്തിയ ആളിനെക്കുറിച്ച് ഇലക്ട്രോണിക്കായി ആവശ്യമായ വിവരങ്ങൾ രേഖയിൽ വരും. പിന്നീട് ആ ഷോപ്പിലോ സ്ഥലത്തോ കോവിഡ് ബാധ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ സന്ദർശിച്ച എല്ലാവർക്കും സന്ദേശവും ആവശ്യമായ നിർദ്ദേശവും നൽകാൻ ഇത് സഹായകമാവും. ഇത്തരം രീതി പൊതുവെ എല്ലായിടത്തും പ്രായോഗികമാക്കാവുന്നതാണ്.
മാസ്ക് ധരിക്കാത്ത 7477 സംഭവങ്ങൾ ഇന്ന് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനർത്ഥം സർക്കാർ നിഷ്കർഷിച്ച രീതിയിലുള്ള പ്രതിരോധ ഇടപെടൽ കുറയുന്നുവെന്ന് തന്നെയാണ്. ക്വാറന്റൈൻ ലംഘിക്കുന്നവർക്കെതിരായ കേസുകൾ ആ എണ്ണവും കൂടുന്നുണ്ട്. മാസ്ക് ധരിക്കുന്നത് സ്വന്തം രക്ഷയ്ക്ക് മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് രോഗം പകരാതിരിക്കാനുമാണ്. ആ കാര്യത്തിൽ നാം ഓരോരുത്തരും തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതാണ്. ലോക്ക്ഡൌണിന് ശേഷം കേരളത്തിലേക്ക് എത്തിയവരുടെ എണ്ണം 9 ലക്ഷം കഴിഞ്ഞിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 9,10,684. അതിൽ 61% മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ്. 5,62,693 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 3,47,991 പേർ വന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരിൽ 61.26% പേരും തീവ്ര രോഗവ്യാപനമുള്ള റെഡ് സോണുകളിൽ നിന്നുള്ളവരാണ്. ഇന്നലെ ശ്രീനാരായണ ഗുരു ജയന്തി ദിനമായിരുന്നു. ഗുരുവിന് ഉചിതമായ സ്മാരകങ്ങൾ ഉണ്ടാവുക എന്നത് ഓരോ മലയാളിയുടെയും ആഗ്രഹമാണ്. അനൗപചാരിക വിദ്യാഭ്യാസത്തിന്റെ പ്രയോക്താവും കേരളീയ നവോത്ഥാനത്തിന്റെ കെടാവിളക്കുമായ ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ സർവകലാശാല രൂപീകരിക്കാനുള്ള തീരുമാനം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ് ഈ ഓപ്പൺ സർവകലാശാല നിലവിൽ വരിക. കേരളത്തിലെ പ്രാചീന തുറമുഖ നഗരവും തൊഴിലാളി കേന്ദ്രവുമായ കൊല്ലമായിരിക്കും പുതിയ സർവകലാശാലയുടെ ആസ്ഥാനം. നിലവിലെ 4 സർവകലാശാലകളുടെ വിദൂര വിദ്യാഭ്യാസ പഠന സംവിധാനങ്ങൾ സംയോജിപ്പിച്ചാണ് ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുക. ഏത് പ്രായത്തിലുള്ളവർക്കും പഠിക്കാൻ ഇതിലൂടെ അവസരമൊരുക്കും. കോഴ്സ് പൂർത്തിയാക്കാതെ ഇടയ്ക്ക് പഠനം നിർത്തുന്നവർക്ക് അതുവരെയുള്ള പഠനത്തിനനുസരിച്ച് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നൽകാനും ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് കഴിയും. ദേശീയ അന്തർദേശീയ രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെയും വിദഗ്ധരുടെയും ഓൺലൈൻ ക്ലാസുകൾ ഓപ്പൺ സർവകലാശാലയുടെ പ്രത്യേകതയായിരിക്കും. സർക്കാർ എയ്ഡഡ് കോളേജുകളിലെ ലാബുകളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും പുതിയ സർവകലാശാലയ്ക്കായി പ്രയോജനപ്പെടുത്തും. പരമ്പരാഗത കോഴ്സുകൾക്ക് പുറമെ നൈപുണ്യ വികസന കോഴ്സുകളും ഓപ്പൺ സർവകലാശാല നടത്തും. ഇതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ ജനകീയവൽക്കരണ രംഗത്ത് വലിയ മാറ്റത്തിനാണ്
തുടക്കമാവുക. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി സഹകരണ വകുപ്പ് നടപ്പാക്കുന്ന കെയർ ഹോം ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിന് കൽപ്പറ്റ വാരമ്പറ്റ റോഡിനടുത്ത് 1 ഏക്കർ സ്ഥലം ഒ.ബി. ചെമ്മന്നൂർ സംഭാവനയായി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. CM, ഈ രോഗികളുടെ എണ്ണം വരും ദിവസങ്ങളിൽ കൂടുമെന്ന് പറയുമ്പോഴും 868 ജൂനിയർ ഡോക്ടേഴ്സ് രാജി നൽകിയിട്ടുണ്ട്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? ഡോക്ടർമാര് രാജിക്കത്ത് നൽകിയിട്ടുണ്ട്, അവരുടെ സാലറി കട്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അല്ല, അത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കുമല്ലോ. അതിന് സർക്കാരിനൊന്നും ചെയ്യാനുണ്ടാവില്ല. അല്ല, അവരുടെ ശമ്പളം കട്ട് ചെയ്യുന്നതിനുള്ളൊരു പുനഃപരിശോധന ഉണ്ടാവുമോ? ഒരു പരിശോധനയും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ജൂനിയർ നഴ്സുമാരും കുറെ ദിവസങ്ങളായി സമരത്തിലാണ്. അവരുടെ സ്റ്റൈപ്പൻഡ് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് അതിപ്പോൾ 2 ആഴ്ചയിലേറെയായി അവർ സമരത്തിലാണ്. അക്കാര്യത്തിലും ഒരു ഇടപെടൽ ഉണ്ടാകുമോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് സ്വാഭാവികമായി പരിശോധിക്കും എന്താണെന്നുള്ളത്. CM, BJPയുടെ ഒരു ആരോപണം ഇന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. അങ്ങ് അമേരിക്കയിൽ ചികിത്സയിലായിരുന്നപ്പോൾ അങ്ങയുടെ വ്യാജ ഒപ്പ് അങ്ങയുടെ ഓഫീസിൽ ഇട്ടു എന്നാണ് BJPയുടെ സംസ്ഥാന വക്താവ് ആരോപിക്കുന്നത്. എന്താണ് സർക്കാരിന് ഇക്കാര്യത്തിലെ മറുപടി? ഇത് സാധാരണഗതിയിൽ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാലോ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ളത്. അവർക്കതിനെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ടായിരിക്കാം അത്തരമൊരു പരാതി ഉന്നയിച്ചത്. ഇവിടെ നേരത്തെ ഇത്തരമൊരു കാര്യം വന്നപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം വന്ന കാര്യം അത് ഞാനിവിടെ ഉദ്ധരിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ പര്യടനത്തെ തുടർന്ന് ഫയലുകൾ കെട്ടിക്കിടന്നുവെന്ന KC ജോസഫിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതം. ഈ ദിവസങ്ങളിൽ ഫയലുകൾ ഇലക്ട്രോണിക് സംവിധാനം വഴി മുഖ്യമന്ത്രിക്ക് അയച്ചുകൊടുത്ത് തീരുമാനമെടുക്കുന്നുണ്ട്. ഇത് കൃത്യമായി നടക്കുകയാണ്. ഈ ഫയലുകളിൽ മാത്രമല്ല, ഫിസിക്കൽ ഫയലുകളിലും തീരുമാനമെടുക്കുന്നുണ്ട്. ഫിസിക്കൽ ഫയലുകൾ ഇലക്ട്രോണിക് ഫയലുകളാക്കി മാറ്റിയാണ് അയച്ചു കൊടുക്കുന്നത്. ഇത് ഈ പറഞ്ഞതിന് മുൻപുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് നാം നേരത്തെ മുതൽ സ്വീകരിച്ചു വരുന്ന ഒരു നടപടിക്രമമാണ്. ഇവിടെ ഒപ്പിനെ കുറിച്ചാണല്ലോ പറയുന്നത്. ഒപ്പ് എൻ്റെ ഒപ്പാണ്. അന്ന് മലയാള ഭാഷാ ദിനാചരണത്തിൻ്റെ ഫയൽ മാത്രമല്ല ഒപ്പിട്ടത്. 2018 സെപ്റ്റംബർ 6 എന്നൊരു ദിവസം 39 ഫയലുകൾ ഒപ്പിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മാത്രമല്ല ഇതുണ്ടാകാറ്, എൻ്റെ കയ്യിലും യാത്രയുടെ ഘട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ഇത് ഐപാഡാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആ ദിവസത്തെ കണക്കിലേക്ക് പോകാം. ഇതാണ് അതിൻ്റെ അവസാന പേര. എന്നാൽ അപ്രതീക്ഷിതമായി കേരളത്തിനുണ്ടായ പ്രളയ ദുരിത സാഹചര്യം കണക്കിലെടുത്ത് കേരളത്തിൻ്റെ 62ാം വാർഷിക ദിനമായ 2018 നവംബർ 1-ാം തീയതി വ്യാഴാഴ്ച മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാഘോഷവും സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നാമമാത്ര ചടങ്ങായി
ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലൽ നടത്താമോ എന്നതിലേക്കും അതോടൊപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം പ്രസ്തുത ചടങ്ങിലേക്ക് ഉറപ്പാക്കുന്നതിലേക്കുമുള്ള ഉത്തരവിലേക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇത് എല്ലാവരും ഒപ്പിട്ട് മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിന് വേണ്ടി അയക്കുകയാണ്. അത് 6-ാം തീയതി എനിക്ക് അയച്ചു കിട്ടുന്നു. ഞാൻ ആ ഫയലിൽ ഒപ്പിട്ടുകൊണ്ട് തിരിച്ചയക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഒപ്പിട്ട് തിരിച്ചയച്ചതിൻ്റെ രേഖയും എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ 6-ാം തീയതി എന്ന ദിവസം 39 ഫയലുകൾ ഇതിൻ്റെ കൂടെ ഇതടക്കം 39 ഫയലുകൾ ഒപ്പിട്ട് ഞാൻ തിരിച്ചയച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഫയലുകൾ അയക്കുമായിരുന്നു. ആ ഫയലുകളെല്ലാം ഞാൻ നോക്കി അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട് തിരിച്ചയക്കാറുമുണ്ട്. അപ്പോൾ ഒപ്പിൽ യാതൊരു വ്യാജവും ഇല്ല. ഇത് വളരെ ഗൗരവതരമെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ആരോപിക്കുന്നത്. അത് ഈ ഒക്കച്ചങ്കാതിമാര് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് അത് ഏറ്റെടുക്കാതിരിക്കുക എന്നുള്ള തോന്നലിന്റെ ഭാഗമായിട്ടാണ്. BJP പറഞ്ഞാൽ ഉടനെ ഏറ്റുപിടിക്കണമെന്ന് ലീഗ് നേതൃത്വത്തിന് തോന്നുകയാണ്. അതിന്റെ ഭാഗമാണത്. അത് UDF ഇപ്പൊ അങ്ങനെയൊരു നിലയാണല്ലോ സ്വീകരിക്കുന്നത്. ആദ്യം BJP പറയുക, പിന്നെ അതിന് ബലം കൊടുക്കാൻ വേണ്ടി UDF ഇടപെടുക. എന്നാൽ ഈ പറഞ്ഞയാൾക്ക് ഇതിന്റെ സാങ്കേതികത്വം അറിയാതെ വന്നേക്കാം. പക്ഷേ കുഞ്ഞാലിക്കുട്ടിയെ പോലെ ദീർഘകാലം മന്ത്രിയായിരുന്ന ഒരാൾക്ക് ഈ സാങ്കേതികത്വം അറിയാതെ വരാനിടയില്ല. കാരണം നമ്മുടെ സംസ്ഥാനത്ത് 2013 ആഗസ്റ്റ് 24 മുതൽ ഈ പറയുന്ന ഫയൽ പ്രോസസ്സിംഗ് ഓഫീസ് സോഫ്റ്റ്വെയർ വഴി നടത്താമെന്ന് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. അന്നു മുതൽ സർക്കാരിന് ഇത്തരം ഫയലുകൾ ഓഫീസ് സോഫ്റ്റ്വെയർ വഴി ഉത്തരവ് നൽകാനുള്ള അനുമതിയായി കഴിഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം മനസ്സിലാക്കാത്തതല്ല, അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ മനസ്സിലാക്കാതിരിക്കാൻ ഒരു തരത്തിലും വഴിയില്ല. CM ആദ്യം BJP നേതാക്കൾ പറയും, അത് ഏറ്റുപിടിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്ന ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലീഗും ആ ഗണത്തിലേക്ക് മാറിയോ? പിന്നെ കോൺഗ്രസിനേക്കാളും വാശിയോടെ ലീഗല്ലേ ഇപ്പോ ചില കാര്യങ്ങളിൽ ഇതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. UDFന്റെ പൊതു സംസ്കാരമായിട്ടത് മാറുകയാണ്. അപ്പോൾ ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ നിൽക്കണമെന്ന നിർബന്ധ ബുദ്ധി ലീഗിന് തോന്നുന്നുണ്ടാവും. BJP നേതാക്കൾ ഇത് അറിയാതെ പറഞ്ഞു പോയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുകമറ നിൽക്കട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകട്ടെ എന്ന മനഃപൂർവ്വമായ ഒരു ആലോചനയുടെ ഭാഗമായിട്ടുള്ളതെന്ന് കരുതുന്നുണ്ടോ? ഇത് ഒരു ഗവേഷണം നടത്തി കണ്ടെത്തിയതായിരിക്കുമല്ലോ. ഈ 2018 പോകണമെങ്കിൽ അതിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് കണ്ടെത്തിയിട്ടായിരിക്കുമല്ലോ പറഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ തീരെ അറിയാതെയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു കാര്യങ്ങളിൽ കുറച്ച് മണിക്കൂറുകൾക്കെങ്കിലും കുറച്ച് സമയമെങ്കിലും ഒരു പുകമറ ഇരിക്കട്ടെ എന്ന ഉദ്ദേശം അത് ഉണ്ടാവും. 6-ാം തീയതിയാണ് CM ഇപ്പോൾ പറഞ്ഞ തീയതി. പക്ഷേ 9-ാം തീയതിയാണ് ഈ ഡേറ്റ് ഇട്ടതായിട്ട് BJP ആരോപിക്കുന്നത്. അപ്പം CMന്റെ ഡേറ്റ് തെറ്റിയാണോ അതോ? അല്ല, ഇവിടുന്ന് അയച്ചത് 6-ാം തീയതിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്ന് അയച്ച തീയതി 6-ാം തീയതിയാണ്. CM ഈ ഫയലുകൾ എങ്ങനെ BJP നേതാക്കളുടെ കയ്യിൽ കിട്ടും? അത് വേണമെങ്കിൽ പരിശോധിക്കാം നമുക്ക് എന്താണ് വസ്തുത, എങ്ങനെയാണ് അത് കിട്ടിയെന്നുള്ളത്. CM ഈ പറയുന്ന കോവിഡ് വ്യാപാര സ്ഥാപനങ്ങളിൽ എത്തുന്ന ഒരു വിവരശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട QR കോഡ് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോ ഇത് ചെറുകിട സ്ഥാപനങ്ങളിലും ബാധകമായിരിക്കുമോ അതോ വൻകിട സ്ഥാപനങ്ങളിൽ മാത്രമായിരിക്കും? അല്ല, കോഴിക്കോട് ഇപ്പൊ അത് വിജയകരമായി നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ നടപ്പാക്കിയ മാതൃക നമുക്ക് നടപ്പാക്കാൻ പറ്റില്ലേ എന്നാണ് ആലോചിക്കുന്നത്. അതിന്റെ മറ്റു വിശദാംശങ്ങൾ പിന്നീട് പരിശോധിക്കാം. CM ഒരു കാര്യം, ഡിജിറ്റൽ ഫയലിൽ ഡിജിറ്റൽ ഒപ്പാണ് ഇടുന്നത് അതോ
ഡിജിറ്റൽ ഫയലിന്റെ പ്രിന്റ് എടുത്ത് CM ഒപ്പിട്ട് സ്കാൻ ചെയ്ത് തിരിച്ചയക്കുകയാണോ? അല്ലാതെ സാധാരണ നിലക്കുള്ള രീതികളുണ്ട്. ഈ എൻ്റെ കമ്പ്യൂട്ടർ, എൻ്റെ ഈ ഐപാഡിൽ ആ ഫയൽ അങ്ങനെ തന്നെ വരും. അതിനകത്ത് ഞാൻ ഒപ്പിടുന്ന രീതി വരും. ആ ഒപ്പ് ഡിജിറ്റൽ ഒപ്പ് തന്നെയാണ്, ഫിസിക്കൽ ഒപ്പല്ല. CM, ഇത് ഈ ഫയല് അപ്പാടെ ഒരു BJP നേതാവിന്റെ കയ്യിൽ കിട്ടിയതാണ്. അതുപോലെ തന്നെയാണ് താങ്കളുടെ ഓഫീസിൽ നിന്ന് നേരത്തെയും ചില ഫയലുകൾ, മുഖ്യമന്ത്രി കണ്ട് ഒപ്പിട്ട ഫയലുകൾ അപ്പാടെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അത് ഒരു ഓഫീസിന്റെ വീഴ്ചയായിട്ട് താങ്കൾ കണക്കാക്കുമോ? ഇത് 2018 സംഭവിച്ചൊരു കാര്യത്തില് അന്ന് പോയതല്ല അത്. ഇത് ഇപ്പോ എവിടുന്നോ എടുത്ത കാര്യമാണ്. അതൊരു രഹസ്യരേഖയല്ല സാധാരണഗതിയിൽ ഈ മലയാള ഭാഷ ആചരണത്തിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട്. അങ്ങനെ ഒരു വളരെ രഹസ്യമായിട്ടുള്ളൊരു കാര്യമല്ല. എങ്കിലും ഏത് വഴിക്കാണത് പോയത് എന്ന് നമുക്ക് പരിശോധിക്കാം. CM, രാഷ്ട്രീയ വിവാദം ഉണ്ടാകുന്ന കൊലക്കേസുകളിൽ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കാറുണ്ട്. ഈ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലക്കേസിൽ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിക്കാൻ ആലോചിക്കുന്നുണ്ടോ? ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ട് എന്ന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഗൂഢാലോചന നടത്തിയെന്ന് CPM ആരോപിച്ചിട്ടുണ്ട്. ഈ ഗൂഢാലോചന കൂടി പോലീസ് അന്വേഷിക്കുമോ? ഇപ്പം നടത്തുന്ന അന്വേഷണത്തെക്കുറിച്ച് മറ്റു പരാതികളൊന്നും വന്നിട്ടില്ല. അവിടുത്തെ റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മറ്റു പരാതികളൊന്നും ഇതേവരെ ഉയർന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ആ അന്വേഷണം നടക്കട്ടെ എന്നാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വിദേശത്തിരുന്ന് ഇങ്ങനെ ഫയലിൽ ഒപ്പിടുവാനുള്ള നിയമസാധ്യതകൾ അങ്ങ് പരിശോധിച്ചിട്ടുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ 24/8/2013 കേരള സർക്കാർ ഇറക്കിയൊരു ഉത്തരവുണ്ട്. അത് ഫയൽ പ്രോസസ്സിങ്ങിന് ഈ ഓഫീസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ മുഖ്യമന്ത്രി എന്ന നിലക്ക് ഞാൻ ഉപയോഗിച്ചത് ഓഫീസിന് പുറത്ത്, അതായത് തിരുവനന്തപുരത്തിന് പുറത്ത്, ചിലപ്പോൾ സംസ്ഥാനത്തിനകത്താകാം, സംസ്ഥാനത്തിന് പുറത്താകാം, വിദേശത്തുള്ളപ്പോൾ വിദേശത്തുള്ളപ്പോഴും ആ ഘട്ടത്തിലെല്ലാം ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ യാതൊരു അപാകതയുമില്ല. മറ്റൊരു കാര്യം, ഈ UDF സർക്കാരിന്റെ കാലത്ത് ഒരു അറബിക് സർവകലാശാല പരിഗണനയിലുണ്ടായിരുന്നു. ഈ സർക്കാർ അത് പരിഗണിക്കുന്നുണ്ടോ? ആ ഒരു സർവകലാശാലയുടെ കാര്യം പരിശോധനയിലില്ല. എന്നാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം നേരത്തെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുള്ള സ്ഥലമെടുപ്പിന്റെ കാര്യങ്ങളും മറ്റും ഷാർജ ഭരണാധികാരി വന്നപ്പോൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. അത് സ്ഥലം എടുപ്പ് പൂർത്തിയായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികൾ തുടരുന്നുണ്ട്. CM, ഇന്ന് വെഞ്ഞാറമൂട് ഇരട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് ശ്രീ ആനാവൂർ നാഗപ്പൻ പ്രതികരിച്ചത് ഇന്ന് സ്വയരക്ഷയ്ക്കായി വാള് കൊണ്ടു നടന്നിട്ടുണ്ടാകാമെന്നാണ് കൊല്ലപ്പെട്ടവർ. അതായത് സംസ്ഥാനത്ത് എന്നാണ് CM സാധാരണക്കാർക്ക് സ്വയരക്ഷയ്ക്ക് വാള് കൊണ്ടു നടക്കേണ്ടുന്ന ഒരു ഗതികേടിൽ എത്തിച്ചേർന്നത്. മറ്റൊന്ന്, സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്നും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. അതൊക്കെ ഇപ്പം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള സമാധാനത്തിന് ഭംഗം വരിക എന്ന ഉദ്ദേശത്തോടെയാണല്ലോ ഈ ഹീനമായ ഇരട്ട കൊലപാതകം നടന്നത്. വന്നിടത്തോളം റിപ്പോർട്ടുകൾ എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു MP-ക്ക് ഈ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. ഫോൺ വിളി അതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹമാണെങ്കിൽ ഈ സർക്കാർ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. അതിന്റെ പുറത്ത് എന്തെങ്കിലും അന്വേഷണം ഉണ്ടാകുമോ? അല്ല, ഏത് കാര്യവും അന്വേഷണ ഏജൻസിയാണല്ലോ അന്വേഷിക്കുക. നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഫലപ്രദമായി അന്വേഷണ ഏജൻസി അന്വേഷിക്കും. അവരന്വേഷിക്കട്ടെ. അടൂർ പ്രകാശിനെതിരെ പ്രത്യേക അന്വേഷണം എന്തെങ്കിലും പ്രത്യേക അന്വേഷണ സംഘമോ? ആർക്കെതിരെ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഈ മാധ്യമങ്ങളിലും ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. ചില വിവരങ്ങൾ പോലീസിന് തന്നെ അറിയുന്നതുമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളെല്ലാം അവരന്വേഷിക്കട്ടെ. അന്വേഷിച്ചിട്ട് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അവർ കണ്ടെത്തട്ടെ. കർണാടകയിലുണ്ടായൊരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ ബിനീഷ് കോടിയേരിക്കെതിരെ ഒരു ആക്ഷേപം ഉയർന്നു വന്നിട്ടുണ്ട്. ലീഗ് ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ സർക്കാർ ഈ വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണം എന്താണ്? സർക്കാർ പ്രതികരിക്കേണ്ട വിഷയമല്ല അത്. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ബന്ധപ്പെട്ട ഏജൻസികൾ ഫലപ്രദമായ നടപടിയെടുക്കും. പിന്നെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെ വിശദീകരണം നടത്തിയിട്ടുമുണ്ട്. CM, ഇത് നാർക്കോട്ടിക് സെൽ അന്വേഷിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. അതെ, ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ഏജൻസികൾ സ്വാഭാവികമായും അത് അന്വേഷിക്കുമല്ലോ.
എല്ലാ ആ ചോദ്യത്തിന് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞു കഴിഞ്ഞു. പാർട്ടി ഓഫീസുകൾക്ക് നേരെ നടന്ന ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതിന്. CMI ഓണത്തിന് മുമ്പ് പറഞ്ഞത് 50,000 ടെസ്റ്റുകൾ നമ്മൾ നടത്തുമെന്നാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കുറവായിരുന്നു. ഇത് ഇന്നും കുറഞ്ഞ ടെസ്റ്റുകൾ നടത്തിയത്. നമുക്ക് എന്തുകൊണ്ടാണ് നടത്താൻ പറ്റാതിരുന്നത്? അത് സമയമല്ലേ, ഓണത്തിന്റെ സമയമാകുമ്പോൾ പലതരത്തിലുള്ള കുറവുകളും സംഭവിക്കുമല്ലോ. ഒന്ന്, ആളുകൾ ഈ ഓണസമയത്ത് പലരും കാണുന്നത് ഇപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ ഉണ്ടോ എന്ന് മനസ്സിലാക്കണോ എന്നൊരു ശങ്ക ആളുകളിലുണ്ടായി. അവർ കുറച്ച് വൈമുഖ്യം കാണിച്ചു. ഇനി അത് വർദ്ധിക്കും, ഇന്നലത്തതിനേക്കാളും കൂടിയില്ലേ. അപ്പൊ ഇനി അങ്ങോട്ട് കൂടിക്കോളും. അത് 50,000-ലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതൊരു കുബുദ്ധിയിൽ നിന്നുള്ള ചോദ്യമാണ്, സാധാരണ ബുദ്ധിയുള്ളൊരു ചോദ്യമല്ല അത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ പ്രോസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ ഒപ്പുവാങ്ങുക. അപ്പൊ അത് മുഖ്യമന്ത്രി കൂടി നോക്കിയാണ് ഒപ്പിടേണ്ടത്. അങ്ങനെ ഒരു ഫയൽ വന്നു കഴിഞ്ഞ് ആ ഫയലാണ് മുഖ്യമന്ത്രിക്ക് അയക്കുന്നത്. അത് അയക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. ഈ പറഞ്ഞ ദിവസം ഞാൻ എടുത്തത് എന്തുകൊണ്ടാണ്? എന്റെ ഐപാഡിൽ ഇതെല്ലാം കിടക്കുന്നതുകൊണ്ടല്ലേ. അപ്പൊ അതിന് സംവിധാനം ഇപ്പോൾ കിടക്കുകയാണ്, അതിനൊരു വിഷമവുമില്ല. ഈ വെഞ്ഞാറമൂട് കൊലപാതകവുമായി ബന്ധപ്പെട്ടേ ഈ രാഷ്ട്രീയമാണോ അല്ലയോ എന്നുള്ള വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മന്ത്രി ഇ പി ജയരാജൻ തന്നെ പറഞ്ഞത് അടൂർ പ്രകാശിന് ഈ വിഷയത്തിൽ നേരിട്ട് പങ്കുണ്ട്, കൃത്യം നിർവഹിച്ചു കഴിഞ്ഞു എന്നുള്ള മെസ്സേജാണ് അദ്ദേഹത്തിന്റെ ഫോണിൽ വന്നത് എന്ന് തെളിവുണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഒരു മന്ത്രി തന്നെ ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ദിവസങ്ങളായിട്ടും എന്തുകൊണ്ടാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലേക്ക് നീങ്ങാത്തത്? ഞാൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഏജൻസികൾ കൃത്യമായി അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിന് വിട്. എല്ലാ കാര്യത്തിലും ഇതാണല്ലോ ഞാൻ എപ്പോഴും പറയാറുള്ളത്. അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, ആരൊക്കെയാണ് കുറ്റവാളികളെന്ന് കണ്ടെത്തട്ടെ, അവരതിനനുസരിച്ച് നടപടിയെടുക്കട്ടെ. ഇപ്പോൾ അന്വേഷണത്തെപ്പറ്റി പ്രത്യേകിച്ച് പരാതിയൊന്നും വന്നിട്ടുമില്ല. CM ഇപ്പോൾ നമ്മൾ ഈ 9 ലക്ഷത്തോളം ആളുകൾ ഇവിടെ വന്നെന്ന് പറഞ്ഞു. അതിൽ തന്നെ നല്ലൊരു ശതമാനം വിദേശ രാജ്യങ്ങളിൽ നിന്നാണ്. CM ഈ ഇവിടുത്തെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് പ്രവാസികൾ, മടങ്ങി വന്ന പ്രവാസികൾക്കായിട്ട് ഒരു ഡ്രീം കേരള എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു സമയബന്ധിതമായിട്ട് നടപ്പാക്കണമെന്നായിരുന്നു അതിന് സമയം വെച്ചിരുന്നു. ആ സമയം കഴിഞ്ഞു, പക്ഷെ ഒന്നും നടന്നതായിട്ടൊരു വിവരവുമില്ല. ഈ ഡ്രീം കേരളയെ പറ്റിയാണോ പറയുന്നത്? പ്രവാസികൾക്കായിട്ട് ഒരു 3 ഘട്ടമായിട്ട് നടപ്പാക്കാൻ നേരത്തെ CM തന്നെ നമ്മുടെ ഇവിടെ തന്നെ പ്രഖ്യാപിച്ചു. അതെ, അതിൽ നമ്മൾ കാണേണ്ടത് ഈ കോവിഡ് എന്നത് പല പരിപാടികളെയും തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, പലതും മന്ദതയിലാക്കിയിട്ടുണ്ട്, അതിന്റെ സ്പീഡ് കുറച്ചിട്ടുണ്ട്. എന്നാൽ വലിയ തോതിലുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഏതാനും ദിവസങ്ങൾ, നിങ്ങളിപ്പോൾ കേട്ടല്ലോ ചില കാര്യങ്ങൾ നടത്താൻ പോകുന്നത്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അറിയും. നിങ്ങളോട് തന്നെ പറയും, ഒരു സംശയവും വേണ്ട. പക്ഷേ നേരത്തെ വിചാരിച്ചതുപോലെ നടപ്പാക്കുന്നതിന് കോവിഡിന്റെ വ്യാപനം ഒരു തടസ്സമായി വന്നിരുന്നു എന്നുള്ളത് ശരിയാണ്. ഈ വെഞ്ഞാറമൂട് ഇരട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഈ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരെ വ്യക്തിഹത്യ നടത്തുന്ന തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അത് ഗുണ്ടാ സംഘമാണ്, മയക്കുമരുന്നുമായി ബന്ധമുണ്ട് എന്നുള്ള തരത്തിലൊക്കെയാണ് പ്രതികരിക്കുന്നത്. അല്ല, അത് സാധാരണ നിലക്ക് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം സംഭവിച്ചു. ഇവിടെ കൊലപാതകം നാട് അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായി അതിൽ വലിയ അമർഷമുണ്ട്. അങ്ങനെ വരുമ്പോൾ അതിനെ തെറ്റായി ചിത്രീകരിക്കാനുള്ളൊരു ശ്രമം ബോധപൂർവം നടത്തുന്നു എന്ന് മാത്രം കണ്ടാൽ മതി. അതിന്റെ കൂടിയൊന്നല്ല നാട് നിൽക്കുന്നത്. നാടിത് ഹീനമായൊരു കൊലപാതകമായിട്ട് കാണുന്നു. ആ കൊലപാതകികളെ ഏറ്റവും വേഗം നിയമത്തിന്റെ കരങ്ങളിൽ ലഭ്യമാക്കണമെന്ന് നാടാകെ ആഗ്രഹിക്കുന്നു. അതിനാവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നു. അപ്പോൾ അത്തരം പ്രചരണങ്ങൾ കൊണ്ട് മാത്രം ഈ കൊല ചെയ്യപ്പെട്ടവർ ഏതെങ്കിലും തരത്തിൽ കുറ്റവാളികളായിട്ട് മാറില്ല. അത് ഒരു മോഹം മാത്രമാണ്. യഥാർത്ഥത്തിൽ നാട് ആ സംഭവത്തെ ആകെ അപലപിക്കുന്ന നിലയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിലിങ്ങനെ ചുറ്റിക്കറങ്ങണ്ട, ഏകദേശം കാര്യങ്ങളായും തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം.